റോമാലേഖനം 12-ാം അധ്യായം. റോമാലേഖനം 12-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. പ്രത്യേക അതിന്റെ 1ഉം 2ഉം വേദഭാഗങ്ങളെ ആസ്പദമാക്കി വളരെ ശക്തമായ സന്ദേശങ്ങൾ നമ്മൾ മിക്കവാറും കേട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രമേൽ ഗഹനമായ ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് ആദ്യത്തെ 1-2 വാക്യങ്ങൾ. എല്ലാ വേദഭാഗങ്ങളും അങ്ങനെ തന്നെയാണ്. എന്നാൽ ക്രിസ്തീയ ആരാധനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തീയ അടിസ്ഥാന ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ആഴത്തിലുള്ള സന്ദേശമാണ് ആദ്യത്തെ ഭാഗങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. റോമാലേഖനം 1, 2, 3 അധ്യായങ്ങളിൽ മനുഷ്യൻ എത്രത്തോളം പാപിയാണെന്നും ആ പാപത്തിന്റെ ഭയങ്കരത എത്ര വലുതാണെന്നും സ്വയമേ മനുഷ്യന് രക്ഷപ്പെടാൻ കഴിയത്തില്ലെന്നും യഹൂദനും ജാതികളും എല്ലാവരും മരണയോഗ്യരായ പാപികളാണെന്നും കൃത്യമായ പൗലോസിന്റെ നിരീക്ഷണം നമ്മൾ മനസ്സിലാക്കി. മുമ്പോട്ട് വരുമ്പോ 3, 4, 5 അധ്യായങ്ങളിലേക്ക് വരുമ്പോ വിശ്വാസത്താലാണ്, കൃപയാലാണ് നമുക്ക് ദൈവമക്കളാകാൻ ഭാഗ്യം ലഭിച്ചതെന്ന് അബ്രഹാമിന്റെ കാര്യത്തിലൂടെയും ദാവീദിന്റെ ജീവിത അനുഭവങ്ങളിലൂടെയും എല്ലാം അപ്പോസ്തലൻ വ്യക്തമാക്കുന്നു. നീതീകരണം എന്ന് പറയുന്ന ദൈവം നമ്മെ കുറ്റവിമുക്തരാക്കിയ ആദ്യത്തെ പടിയിലേക്ക് നമ്മൾ എത്തിയത് രക്ഷയുടെ 1-ാം ഘട്ടമാണ് നീതീകരണം. രക്ഷ എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം എന്ന് പറയുന്ന 3 പടികളിലൂടെയാണ്, 3 പ്രോസസ്സിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. വിലയുള്ള ഏത് സാധനത്തിനും, വിലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ സാധനങ്ങളും ഒരു പ്രോസസ്സിലൂടെ അപ്പുറത്ത് വരുന്നത്. അതുപോലെ ഞാനും നിങ്ങളും ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടവരാണ്. ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമാണ്, കിരീടമാണ്. അത്രയും വിലയുള്ള മനുഷ്യൻ, ആ മനുഷ്യൻ സൃഷ്ടിയിൽ തകർന്നുപോയി. സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തകർന്നുപോയി. ആ മനുഷ്യനെ സൃഷ്ടിപ്പിന് അപ്പുറത്ത് വീണ്ടെടുക്കുന്ന ഒരു കർമ്മമാണ് ക്രൂശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൃഷ്ടിയെക്കാളും വളരെയധികം കഠിനമായൊരു പ്രവൃത്തിയാണ് വീണ്ടെടുപ്പ്. ആ വീണ്ടെടുപ്പ് എങ്ങനെ സംഭവിച്ചു എന്നാണ് പുതിയ നിയമത്തിലൂടെ നമ്മൾ വ്യക്തമായി വായിക്കുന്നത്. അതിന്റെ നിഴലുകളാണ് പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോ ദൈവം മനുഷ്യനെ വീണ്ടെടുക്കാതെ മനുഷ്യന് സ്വയമേ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഒരു വീണ്ടെടുപ്പുകാരൻ ഉണ്ടാവണം. അത് കൃപയാലുള്ള വീണ്ടെടുപ്പാണ്. മനുഷ്യന് പ്രവൃത്തി കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ സാധ്യമല്ലാത്ത വിധം അവൻ നിസ്സഹായനാണ്. അവൻ ഫലരഹിതനാണ്, പാപിയാണ്. അപ്പോ ആ നിലവാരത്തൊന്ന് മനുഷ്യനെ ഒന്ന് ഉദ്ധരിക്കാൻ ദൈവത്തിന് സ്വർഗോന്നതങ്ങൾ വെടിഞ്ഞ് ഈ താണഭൂമിയിലേക്ക് ഒരു മനുഷ്യനായി ഇറങ്ങി വരേണ്ടി വന്നു. അങ്ങനെ ആ മനുഷ്യത്വത്തിൽ മനുഷ്യന്റെ മേൽ ദൈവം നടത്തേണ്ടിയിരുന്ന ശിക്ഷാവിധി ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ വന്ന് തന്റെ ശരീരത്തിൽ ആ ശിക്ഷാവിധി മുഴുവനും ഏറ്റെടുത്തിട്ട് മനുഷ്യനെ വെറുതെ വിടുന്ന, മനുഷ്യനെ കുറ്റവിമുക്തനാക്കുന്ന, അതായത് നീതീകരിക്കുന്ന രംഗമാണ് ക്രൂശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ആ കുറ്റവിമുക്തനാക്കപ്പെടുന്ന ആ ഒരു തലത്തിലേക്ക് കയറാൻ പറ്റുന്നത്, രക്ഷയുടെ 1-ാം പടിയിലേക്ക് കയറാൻ പറ്റുന്നത്? യേശു ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ്, എന്റെ അകൃത്യത്തിന് വേണ്ടിയാണ്. എന്റെ പാപത്തിനുള്ള ശിക്ഷ യേശു ഏറ്റെടുത്തു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ, വായു കൊണ്ട് ആ സത്യം ഏറ്റുപറയുമ്പോൾ വ്യക്തികൾ രക്ഷയുടെ 1-ാമത്തെ പടിയിലേക്ക് കയറുകയാണ്. അതായത് ആ വിശ്വാസ പ്രഖ്യാപനം കേട്ട് ദൈവം ഒരു പാപിയെ കുറ്റവിമുക്തനായിട്ട് പ്രഖ്യാപിക്കുകയാണ്. 4, 5 അധ്യായങ്ങളിലൂടെ അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഒക്കെ ജീവിത അനുഭവങ്ങളെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമാക്കുന്നുണ്ട്. യഹൂദന്മാരെ ചലഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പരിച്ഛേദന കൊണ്ടല്ല നിങ്ങൾക്ക് രക്ഷിക്കപ്പെടാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ കർമ്മങ്ങളോ കൊണ്ടല്ല, നിങ്ങളുടെ ദേവാലയത്തിന്റെ മനോഹാരിത കൊണ്ടല്ല നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണെന്നും നിങ്ങളിലുള്ള വിശ്വാസത്താൽ മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ജാതിയെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യർക്കും ദൈവം രക്ഷയ്ക്ക് കാരണമായി വെച്ചിരിക്കുന്നത് വിശ്വാസം മാത്രമാണ്. വിശ്വാസം എന്ന മാർഗത്തിലൂടെ മാത്രമാണ്. അബ്രഹാമും നീതീകരിക്കപ്പെട്ടത് വിശ്വാസത്താലാണ്. ദാവീദും നീതീകരിക്കപ്പെട്ടത് കൃപയാലാണ്. ഈ തിരിച്ചറിവ് നൽകിക്കൊണ്ട് കൃപയാലും വിശ്വാസത്താലുമാണ്
സകല മനുഷ്യരുടെ നീതീകരണം നടക്കുന്നതെന്ന് ഉറപ്പിച്ചും തെളിയിച്ചും കൊണ്ട് അപ്പോസ്തലൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിലുള്ള നീതീകരണം നടന്നതെന്ന് വിശദമായി പറഞ്ഞ് 9, 10, 11 അധ്യായങ്ങളിലേക്ക് വരുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ്രായേൽ എങ്ങനെ തള്ളപ്പെട്ടു എന്ന ഒരു ചിത്രമാണ്. നമ്മൾ വിശദമായിട്ട് തന്നെ ചിന്തിച്ചു. 11 അധ്യായത്തിലേക്ക് വരുമ്പോ ഇസ്രായേൽ മക്കളെ ദൈവം തിരിച്ചു പിടിക്കുമെന്നും അവരിലൊരു ശേഷിപ്പുണ്ടാകുമെന്നും അവരെ പൂർണ്ണമായും ദൈവം തള്ളിക്കളഞ്ഞില്ല എന്നും അവരെ ദൈവം അവസാനമായി ചേർത്ത് പിടിക്കുന്ന, അവർ രക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും പറഞ്ഞു തന്നുകൊണ്ട് ഇന്നലകളിൽ തള്ളപ്പെട്ടു പോയ ഇസ്രായേലിനെ പരിഹസിക്കേണ്ട, വിമർശിക്കേണ്ട, നാളെ അവരിൽ ഒരു ശേഷിപ്പുണ്ടാകുമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് അതിനുമപ്പുറത്ത് സഭയോട് പറയുന്നു, സഭയെ നിങ്ങൾ ജാതികളായിരുന്നു, നിങ്ങൾ കാട്ടൊലിവായിരുന്നു. പക്ഷെ ഇസ്രായേലിൽ ആരായിരുന്നു? അവർ സ്വാഭാവികമായ കൊമ്പുകളായിരുന്നു. ആ ഒലിവ് മരത്തിലെ സ്വാഭാവികമായ കൊമ്പുകളാണ്. പക്ഷെ അവർ അവിശ്വാസം പ്രകടിപ്പിച്ചത് കൊണ്ട് ആ അവിശ്വാസത്താൽ ദൈവം ആ കൊമ്പുകളെ വെട്ടിക്കളഞ്ഞു. എന്നാൽ നിങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് നിങ്ങളെ കാട്ടൊലിവിൽ നിന്ന് വെട്ടിയെടുത്ത് നിങ്ങളെ ഈ നാട്ടൊലിവിനോട് ചേർത്ത് ബന്ധിപ്പിച്ചു. ഇന്ന് നിങ്ങൾ ഈ നാട്ടൊലിവിനോട് ചേർന്നിരിക്കുന്നത് വിശ്വാസം കൊണ്ട് മാത്രമാണ്. അവർ തള്ളിക്കളയപ്പെട്ടത് അവിശ്വാസം കൊണ്ടാണ്. നാളെ അവർ വിശ്വസിക്കും, അന്ന് അവരും ഇതിനോട് ചേർക്കപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ അവരുടെ സാഹചര്യം കണ്ട് ഒരു പരിധി വിട്ട് യഹൂദരെ വിമർശിക്കേണ്ട. വിശ്വാസത്താൽ മാത്രമാണ് നിങ്ങളും ഇതിനോട് ചേർക്കപ്പെട്ടത്. അവിശ്വാസം കൊണ്ട് അവർ പുറത്തു പോയത്. നാളെ അവരും വിശ്വാസം കൊണ്ട് ഇതിനകത്തേക്ക് വരും. എല്ലാത്തിന്റെയും കാരണം ദൈവത്തിന്റെ കൃപയാണ്. തെരഞ്ഞെടുപ്പ് ദൈവത്തിന്റെ പരമാധികാരത്തിൽ നിന്നാണ്, സർവാധികാരത്തിൽ നിന്നാണ്. ആ സർവാധികാരം ദൈവം ഉപയോഗിക്കുന്നത് തന്റെ കൃപയിലും തന്റെ കരുണയിലുമാണ് എന്ന് 9 അധ്യായത്തിൽ വ്യക്തമാക്കിക്കൊണ്ട് 11 അധ്യായത്തിൽ അവരിലെ ശേഷിപ്പിനെ പറ്റി വിശദീകരിച്ചുകൊണ്ടും 12 അധ്യായത്തിലേക്ക് വന്ന് പ്രാക്ടിക്കൽ ലൈഫിനെ പറ്റി പറയുകയാണ്. ഇവിടെ മുതലാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. റോമാലേഖനത്തിൽ 12 അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചിന്ത, ദൈവത്തിന് കീഴടങ്ങുവിൻ, ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് അറിയണം. ആ രക്ഷയുടെ പിന്നിലെ കാരണം എന്തെന്നറിയണം. അവിടെ അഭിമാനിക്കാൻ ഒന്നുമില്ല, ഒരു യോഗ്യതകളും അവിടെ നിരത്താനില്ല. എല്ലാം ദൈവത്തിന്റെ കരുണയാണെങ്കിൽ ഇന്നിതാ യോഗ്യതയുള്ളവരെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ, നിങ്ങളെ പുച്ഛിച്ചവർ, ഇതാ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് കൈവിടപ്പെട്ടു പോയി. മശികയ്ക്ക് വേണ്ടി നൂറുകണക്കിന് വർഷങ്ങൾ കാത്തിരുന്ന ഇസ്രായേൽ മക്കൾ സ്വന്തം മശികെ തള്ളിപ്പറയുക മാത്രമല്ല, അവരെ ക്രൂശിച്ച് കൊന്നിട്ട് സ്വന്തം മശികെ തിരിച്ചറിയാതെ അവർ പുറത്തു നിൽക്കുകയാണ്. നാളെ അവരും ചേർക്കപ്പെടും. അതും ദൈവത്തിന്റെ കൃപയാലാണ്. നിങ്ങളും ചേർക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണ്. അതുകൊണ്ട് 12 അധ്യായം ആരംഭിക്കുന്നത് ദൈവത്തിന് കീഴടങ്ങുവിൻ, ദൈവത്തിന് നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർമ്മിപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവിൻ. 12 അധ്യായത്തിൽ ദൈവത്തിന് സമർപ്പിക്കുവിനെന്നാണെങ്കിൽ 13 അധ്യായത്തിൽ ഭരണാധിപന്മാർക്ക് സമർപ്പിക്കുവിനെന്നാണ്, ഭരണാധിപന്മാർക്ക് കീഴടങ്ങുവിനെന്നാണ്. ഭരണാധിപന്മാരെന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഈ ലോകത്തിൽ ദൈവം നമ്മെ ഭരിക്കാൻ വേണ്ടി ആക്കി വെച്ചിരിക്കുന്ന സഭയ്ക്ക് പുറത്തുള്ള ഭരണാധിപന്മാരാണ്. അവരെ പറ്റി അടുത്ത അധ്യായം നമ്മൾ വായിക്കും. 13 അധ്യായം. അവർ വാൾ ധരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നാണ് വായിക്കുന്നത്. അവർക്ക് മാനസാന്തരത്തിന്റെ ആവശ്യമില്ല. ദൈവം കോരശനാക്കില്ല. കോരശന്റെ ഇടയൻ നെബൂഖദ്നേസറിനെ വാഴിച്ചതുപോലെ, നെബൂഖദ്നേസറിനെ ഇറക്കി വിട്ടതുപോലെ, ബെൽശസ്സറിനെ വാഴിച്ചതുപോലെ, ഇറക്കി വിട്ടതുപോലെ ദൈവം ഓരോ കാലഘട്ടങ്ങളിലും ഈ ലോകത്തെ ഭരിക്കാൻ ദൈവത്താൽ ചില ഭരണാധിപന്മാർ ആക്കപ്പെടുകയും ചിലർ നീക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെ ആക്കപ്പെട്ടാലും നീക്കപ്പെട്ടാലും എല്ലാം ദൈവത്താലാണത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഭരണം ഏതൊക്കെ നിലകളിൽ മാറി മറിഞ്ഞാലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം ദൈവം അനുവദിക്കാതെ ഒരിടത്തും ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ആ തിരിച്ചറിവിൽ ദൈവം നമ്മോട് ആജ്ഞാപിക്കുന്നത്, ദൈവത്തിന്റെ ദാസൻ നമ്മെ പ്രബോധിപ്പിക്കുന്നത്, ദൈവത്താൽ ആക്കി വെക്കപ്പെട്ട ഭരണാധിപന്മാർക്ക് കീഴടങ്ങുവിൻ. യേശുക്രിസ്തു ജീവിച്ച കാലം എന്ന് പറഞ്ഞാൽ തന്റെ ഐഹിക ജീവിത കാലത്ത് റോമ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു യഹൂദന്മാർ, കർത്താവായ യേശുക്രിസ്തു ഉൾപ്പെടെ. അപ്പോ
ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു അടിമകളാന്ന് വേണമെങ്കിൽ പറയാം. പാലസ്തീനിലെ ആളുകൾ അധീന രാജ്യമാണ്. റോമ സാമ്രാജ്യം അധീശ രാജ്യവുമാണ്. പിടിച്ചടക്കപ്പെട്ട രാജ്യമാണ് പാലസ്തീൻ. ആ പാലസ്തീനിലെ ഒരു മനുഷ്യനായിരുന്നു കർത്താവായ യേശു ക്രിസ്തു. കർത്താവ് കരം കൊടുക്കുന്നതിനെ പറ്റി നമ്മൾ വായിക്കുന്നില്ലേ? യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ റോമ സാമ്രാജ്യത്തിന് കരം കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. തങ്ങൾക്കിടയിലെ ആളുകൾ റോമ സാമ്രാജ്യത്തിന് വേണ്ടി കരം പിരിക്കുന്നത് അവർക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ചുങ്കക്കാരെ അവർ വെറുത്തത്, പാപികളെന്ന് അവരെ വിളിച്ചത്. യേശു സക്കായിയുടെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവൻ പാപികളോടുകൂടി ചുങ്കക്കാരുടെ വീട്ടിൽ പാർക്കാൻ പോയി എന്ന് പറഞ്ഞ് കർത്താവിനെ തിരസ്കരിക്കുന്നുണ്ട്, അപമാനിക്കുന്നുണ്ട്. അതിന്റെ കാരണം അങ്ങനെയാണ് അവർ ചുങ്കക്കാരെ കണ്ടത്. ചുങ്കം കൊടുക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ കർത്താവ് മാതൃക കാണിച്ചു, അല്ലെ? കരം കൊടുത്ത് കർത്താവ് തനിക്കും ശിഷ്യനുള്ളതും കൊടുത്ത് കർത്താവ് മാതൃക കാണിക്കുന്നു. ആ കർത്താവ് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനോട് ഈ ഭാഗം എഴുതി തന്നിരിക്കുന്നത്. ഭരണാധിപന്മാരെ ബഹുമാനിപ്പിൻ, അവർക്ക് കീഴടങ്ങുവിൻ. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 12-ലുമുണ്ട് 14-ലുമായിട്ട് പറഞ്ഞിരിക്കുന്നു, സഭയിലെ അംഗങ്ങൾക്ക് പരസ്പരം കീഴടങ്ങുവിൻ, പരസ്പരം സമർപ്പിക്കുക, തമ്മിൽ ഭാരങ്ങളെ വഹിക്കുക, കഴിയുന്നതും തമ്മിൽ സമാധാനം ആചരിപ്പാൻ ശ്രമിപ്പിൻ. നമ്മൾ ഇവിടെ മാത്രമല്ല, അവിടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ, അല്ലെ? ഈ സന്ദേശം ഏതോ ഒരു ദൈവദാസൻ ഒരു സ്ഥലത്ത് പറയുമ്പോ ഒരാൾ പ്രതികരിച്ച കാര്യത്തെ പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മാറിയൊക്കെ താമസിക്കാമല്ലോ, ഇവിടെ സ്പ്ലിറ്റ് ആയാലും കുഴപ്പമില്ല. അവിടെ അങ്ങനെ കർത്താവ് പറഞ്ഞത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഒരുമിച്ചിരിക്കേണ്ടി വരത്തില്ലല്ലോ എന്ന്. അങ്ങനെയല്ല. നിത്യജീവൻ, ജീവൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. എന്താണ് ജീവൻ എന്ന വാക്കിന്റെ അർത്ഥം? മരണം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വേർപാടാണ്. നരകത്തിന്റെ മറ്റൊരു വിശേഷണമാണ് മരണം, നിത്യമരണം. ഭൂമിയിലെ മരണത്തെ നമ്മൾ ശാരീരികമായ വേർപാടെന്നാണ് പറയുന്നതെങ്കിൽ നരകത്തെ വിളിക്കുന്നത് നിത്യവേർപാടെന്നാണ്. ദൈവത്തിൽ നിന്നുള്ള നിത്യവേർപാട്, ഒരിക്കലും പിന്നെ ദൈവവുമായിട്ട് ബന്ധമുണ്ടാകാത്ത എന്നേക്കുമുള്ള വേർപാടാണ്, ഒറ്റപ്പെടലാണ്, ഏകാന്തതയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് നേരെ വിപരീത പദമാണ് ജീവൻ. മരണം വേർപാടാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്, അല്ലെ? അങ്ങനെയല്ലേ വരേണ്ടത്? മരണം വേർപാടാണെങ്കിൽ, വേർപെടുത്തുന്നതാണെങ്കിൽ ജീവൻ കൂട്ടായ്മയാണ്, കൂട്ടി യോജിപ്പിക്കുന്നതാണ്. സമൃദ്ധിയായ ജീവൻ നൽകുവാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. മനുഷ്യനെ വേർപെടുത്തി കളഞ്ഞ് മനുഷ്യനെ ഒറ്റപ്പെടുത്തുന്ന മരണത്തിൽ നിന്ന് അവനെ ചേർത്ത് പിടിക്കുന്ന ജീവന്റെ സന്ദേശവുമായിട്ട് കർത്താവ് ലോകത്തിലേക്ക് വന്നത്. അപ്പൊ സ്വർഗത്തിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നിത്യ ജീവനാണെന്ന് പറഞ്ഞാൽ നിത്യ കൂട്ടായ്മയാണെന്ന് അതിന്റെ അർത്ഥം. നിത്യ കൂട്ടായ്മയാണ്, കൂട്ടായ്മയുടെ സന്തോഷമാണ് അവിടെ ദൈവമക്കൾ അനുഭവിക്കാൻ പോകുന്നത്. ആ കൂട്ടായ്മ ഇവിടെയും ഉണ്ടാകണം, ആ കൂട്ടായ്മ ഇവിടെയും ഉണ്ടാകണം. ഇവിടെ ഉണ്ടാകണമെങ്കിൽ ഇത് പാപം നിറഞ്ഞ ലോകമാണ്, പാപ ജഡത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എവിടെ നിന്നും പാപത്തിന്റെ സ്വഭാവം ഉണ്ടാകാം, പാപത്തിന്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകാം, പാപപ്രവൃത്തികൾ ഉണ്ടാകാം. ഇവിടെ ചേർത്ത് പിടിക്കണമെങ്കിൽ, ഇവിടെ ഒരുമിച്ച് പോകണമെങ്കിൽ സഹിച്ചേ പറ്റത്തുള്ളൂ, ക്ഷമിച്ചേ പറ്റത്തുള്ളൂ, വിട്ടുകൊടുത്തേ പറ്റത്തുള്ളൂ, ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ. അത് കുടുംബമാണെങ്കിലും, ഭാര്യയാണെങ്കിലും, ഭർത്താവാണെങ്കിലും, മക്കളാണെങ്കിലും, മാതാപിതാക്കളാണെങ്കിലും, സഭകൾ തമ്മിലാണെങ്കിലും, സഭ അംഗങ്ങൾ തമ്മിലാണെങ്കിലും, ഈ പറഞ്ഞ തത്വങ്ങളിലൂടെ അല്ലാതെ ഒരുമിച്ചുള്ള കൂട്ടായ്മ സാധ്യമാകില്ല. ഞാൻ പറയാനുള്ള ഉദാഹരണം അങ്ങ് വിഴുങ്ങുകയാണ്. 12-ാം അധ്യായം നമുക്ക് എടുക്കാം. 12-ാം അധ്യായം 1-ാമത്തെ വാക്യം. നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. Offer your bodies as living sacrifice. ജീവിക്കുന്ന യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് ഓഫർ ചെയ്യുക, സമർപ്പിക്കുക എന്നുള്ളത്. ആരാധന എന്ന വിഷയം 1000 തവണ എങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടാകും. അത്രയും ഞാൻ ഗ്രഹിച്ച ഒരു വിഷയമാണ്. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അധ്യാപകനുണ്ട്. എല്ലാ അധ്യാപകരും പ്രിയപ്പെട്ടവരാണ്. അതിലൊരു അധ്യാപകൻ
ഈ വിഷയം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം വചനത്തിന്റെ ഗ്രാഹ്യം വിശദീകരിച്ച് തന്നിട്ട് ക്ലാസ്സിലിരിക്കുന്ന വിദ്യാർത്ഥികളായ ഞങ്ങളോട് ചോദിച്ചു, ഇത് പ്രസംഗിക്കാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുമോ? ഇത് നിങ്ങൾ പ്രസംഗിക്കുമോ? കാരണം ഈ കാലത്ത് ഈ സന്ദേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ യാഥാർത്ഥ്യത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ സന്നദ്ധരാകുമോ? അദ്ദേഹം അന്ന് പറഞ്ഞ ആ ദിവസം ഞാനൊരു തീരുമാനമെടുത്തതാണ്. എവിടെ അവസരം കിട്ടിയാലും ആദ്യം ഈ സന്ദേശത്തിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ കുറെ കാലം അവസരം ലഭിച്ച മേഖലകളിലെല്ലാം വളരെ ശക്തമായി ഈ സന്ദേശത്തിന് പ്രാധാന്യം കൊടുത്ത് സംസാരിപ്പാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ആരാധന എന്ന് പറഞ്ഞാൽ ഈ വേദഭാഗത്തിലുണ്ട്, കൃത്യമായ പുതിയ നിയമ വെളിപ്പാടാണ്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധന? ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗങ്ങളായി ശരീരങ്ങളെ സമർപ്പിക്കുന്നതാണ് ആരാധന. പുതിയ നിയമ ആരാധന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുന്നതാണ്. ദൈവത്തെ എടുക്കുന്നതല്ല. ആ ദൈവദാസൻ പറയുമായിരുന്നു ഈ വിഷയം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ, ദൈവത്തെ എടുക്കുന്നതല്ല ആരാധന, ദൈവത്തിന് നമ്മളെ കൊടുക്കുന്നതാണ് ആരാധന. പലപ്പോഴും അറിയാതെയോ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തെ വാടകയ്ക്ക് എടുക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട് ചിലപ്പോ, അല്ലെ? കുറച്ച് സമയത്തേക്ക് ഇതൊക്കെ നടത്തി തന്നേച്ച് ഇവിടെ വെച്ചാൽ പൊക്കോ, ഞങ്ങളുടെ കാര്യത്തിൽ പൊക്കോളാം. അപ്പൊ ദൈവത്തെ എടുക്കുകയല്ല, ദൈവത്തിന് എന്നെ കൊടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥന എങ്ങനെയാകും? ഗത്സമനയിലെ പ്രാർത്ഥനയാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണം. കാരണം ഈ പാപഭാരം വഹിക്കാൻ എനിക്ക് ത്രാണിയില്ല. ഈ ലോകത്തിന്റെ മുഴുവൻ പാപവും ഭാരവും, എനിക്ക് പാപം എന്താണെന്ന് അറിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തു ഗത്സമനയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഈ പാപഭാരം എങ്ങനെ ഏറ്റെടുക്കും? പാപം എന്തെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ മേൽ ലോകത്തിന്റെ സകല പാപവും ആരോപിക്കുമ്പോ എങ്ങനെയാകുമെന്ന് എനിക്കറിയത്തില്ല. കഴിയുമെങ്കിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ, മറ്റൊരു സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും അതല്ല, ഇത് ഞാൻ എടുക്കുന്നതാണ് അവിടേക്കുള്ള ഹിതമെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഇതാണ് ദൈവത്തിന് കൊടുത്തവന്റെ പ്രാർത്ഥന. ദൈവത്തിന് പൂർണ്ണമായും സമർപ്പിച്ചവന്റെ പ്രാർത്ഥന ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ താല്പര്യങ്ങൾ ദൈവത്തോട് പറയും. അതിനടുത്ത വാക്കുകൾ, ദൈവമേ എന്റെ ഹിതമല്ല എങ്കിലും നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. ദൈവത്തിന്റെ ഹിതം നിറവേറാൻ സമ്പൂർണമായി സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ജീവിതത്തെ കൊടുക്കുന്നതാണ്. കൈയടിക്കുന്നത് കൊണ്ട് മാത്രം തീരുന്നില്ല. ഇന്ന് നന്നായിട്ടൊന്ന് ആരാധിക്കാൻ പറ്റി എന്ന് പറയുമ്പോൾ മനസ്സിൽ എന്താ വരുന്നത്? യെസ്, നമ്മൾ പാടുന്ന പാട്ടിന്റെ ഏറ്റവും അവസാനത്തെ സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ഒരു ആത്മീക അന്തരീക്ഷം, അന്യഭാഷ ഉൾപ്പെടെ, കൈയടിക്കുന്നത് ഉൾപ്പെടെ, ആ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പലപ്പോഴും ഉൾക്കൊള്ളുന്നത്, അല്ലെ? ചില ആളുകൾ സഭായോഗത്തെ മൊത്തത്തിൽ ആരാധന എന്ന് പറയും, അല്ലെ? ചിലർ തന്നെ നമ്മളെല്ലാവരും അത് പറയാറുണ്ട്. ഞാനും നിങ്ങളും എല്ലാം ഉപയോഗിക്കാം. നമ്മുടെ വചനത്തിന്റെ ആ ശരിക്കുമുള്ള വെളിപ്പാടിലേക്ക് വരികയാണ്. സഭായോഗത്തെ മുഴുവൻ അതിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, സങ്കീർത്തനമുണ്ട്, അല്ലെങ്കിൽ എന്താണ് മറ്റു വേദഭാഗങ്ങളുണ്ട്, സന്ദേശമുണ്ട്, ഓഫറിംഗ് ഉണ്ട്, സാക്ഷ്യമുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആശീർവാദമുണ്ട്. ഇതെല്ലാം കൂടി ചേരുന്ന സഭായോഗം. ചില ആളുകൾക്ക് ആരാധന വേറെ, കർത്തൃമേശ വേറെ. ഇന്ന് ആരാധനയും കർത്തൃമേശയും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം കർത്തൃമേശ ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കാറുണ്ട്. പിന്നെ മറ്റു ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, കത്തോലിക്ക ആരാധന, CSI ആരാധന, പെന്തക്കോസ്ത് ആരാധന, അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പം ചിലർക്ക് ആരാധന, ആ സഭയ്ക്ക് വേറൊരു ആരാധന, ഈ സഭയ്ക്ക് വേറൊരു ആരാധന. ആരാധന ഒന്നേ ഉള്ളൂ. അത് മണിക്കൂർ കൊണ്ട് അവസാനിക്കുന്നില്ല. അത് ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നതാണ്. ജീവിതത്തെ സമ്പൂർണമായിട്ട് ദൈവത്തിന് കൊടുത്തതാണ് ആരാധന. ക്രൈസ്തവർക്ക് ഒറ്റ ആരാധനയുള്ളൂ. കത്തോലിക്കർക്കും CSIക്കാർക്കും പെന്തക്കോസ്തുകാർക്കും മർത്തോമക്കാർക്കും എന്ന് പറഞ്ഞ പ്രത്യേകം ആരാധനയൊന്നുമില്ല. ഒറ്റ ആരാധനയാണ്. ക്രിസ്തുവിനായവന് ഒറ്റ ആരാധനയാണ്. ആ ആരാധന വ്യക്തിപരമാണ്.
ആരാധന എന്നിലാണ് സംഭവിക്കുന്നത്. ആരാധന നിങ്ങളിൽ ഓരോരുത്തരിലുമാണ് സംഭവിക്കുന്നത്. ആരാധന വ്യക്തിപരമായി സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിക്കുവിൻ. വ്യക്തിപരമായിട്ടാണ് ആരാധന സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം പറയാറുണ്ട്, പൊതുവിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. പൊതുവിൽ ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. പിന്നെ മറ്റൊരു പാട്ടുണ്ട്, ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയും. ബന്ധിക്കപ്പെട്ടവൻ ആരാധിക്കാൻ പറ്റുമോ? എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയച്ചാലേ ആരാധന നടക്കത്തുള്ളൂ. ഫറവോന്റെ അടിമത്തത്തിൽ ആരാധന പറ്റുന്നില്ല. ആരാധിക്കുന്നതിന് ഇങ്ങനെ പാടാം, ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. അപ്പൊ ആരാധന വിടുതൽ പ്രാപിച്ചവൻ ചെയ്തതാണ്, കെട്ടഴിഞ്ഞവൻ ചെയ്തതാണ്. പക്ഷെ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ എന്താ നടക്കുന്നത്? ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കെട്ടഴിക്കും. അടുത്ത ഉപവാസ പ്രാർത്ഥന വരുമ്പോൾ പിന്നെയും അഴിക്കും. അപ്പൊ ഈ അഴിച്ചു വിട്ടത് പിന്നെ വീണ്ടും വന്ന് കെട്ടിയത് ആരാണെന്നുള്ളതാണ്. ഐക്യലും കെട്ടലുകളും ഒക്കെ ആയിട്ടങ്ങ് നടക്കാം, അല്ലെ പിന്നെ ശുശ്രൂഷ ഇല്ല. ഞാൻ പറയട്ടെ, ഒരിക്കലായിട്ട് ദൈവം നമ്മെ അഴിച്ചു വിട്ടു. കെട്ടപ്പെട്ട കഴുതകളായിരുന്നു, കൊല്ലാൻ കൊണ്ട് കെട്ടിയിട്ടതാ. അതിനെ അഴിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. എനിക്ക് അതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കെട്ടിയിടാൻ ആരെ അനുവദിക്കരുത്, ആർക്കും കെട്ടിയിടാൻ പറ്റത്തുമില്ല. പിന്നെ കെട്ടുന്നത് മൊത്തം ഈ അഴിക്കുന്നത് പറയുന്ന ആളാ കെട്ടുന്നത് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം കർത്താവ് അഴിച്ചതിനെ പിന്നെ ആർക്കാ കെട്ടാൻ പറ്റുന്നേ? കർത്താവ് അഴിച്ചതിനെ കെട്ടണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കും, അല്ലെ? എന്റെ ജീവിതം ശരിയല്ലെങ്കിൽ ഞാൻ തന്നെയാ കൊണ്ട് കെട്ടാൻ വിട്ടുകൊടുക്കുന്നത്. കർത്താവിലാണ് ജീവിക്കുന്നതെങ്കിൽ ഇപ്പോൾ ക്രിസ്തേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശാപം എന്ന് പറയുന്നത് ശിക്ഷാവിധിയാണ്. പാപം എന്ന് പറയുന്നത് ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കാത്ത അവസ്ഥയാണ്. ആ പാപത്തിന്റെ പരിണിത ഫലമാണ് ശാപം. മനുഷ്യൻ ദൈവസന്നിധിയിൽ ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കാത്തത് കൊണ്ട് അവന്റെ മേൽ വന്ന ദൈവത്തിന്റെ ശിക്ഷാവിധിയാണ് ശാപമെങ്കിൽ ആ ശാപം ക്രിസ്തു കാൽവറിയിൽ തീർത്തു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ആ ശാപ മരണത്തിൽ എന്നെ നിങ്ങളെ സമ്പൂർണമായി ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് രക്ഷിച്ചു. റോമാലേഖനം 8:1 നമ്മൾ വായിക്കുന്നത്, ഇപ്പോൾ ക്രിസ്തേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമ്മൾ പുറത്തു വന്നു, നമ്മൾ ബന്ധനത്തിൽ നിന്ന് പുറത്തു വന്നു. അതിന്റെ ആഘോഷമാണ് ആരാധന. ആ ബന്ധനത്തിന് പുറത്തു വന്നതിന്റെ സന്തോഷമാണ് ആരാധന. അപ്പോ ബന്ധനം അഴിയും കെട്ടുകൾ അഴിയും എന്നല്ല, ബന്ധനം അഴിഞ്ഞത് കൊണ്ടും കെട്ടുകൾ അഴിഞ്ഞത് കൊണ്ടുമാണ് ആരാധിക്കുന്നത്. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ, പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ, പാപത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നിടത്ത് കിടന്നുകൊണ്ടല്ല ഈ ആരാധിക്കുന്നത്, ഈ പാടുന്നത്. പാപത്തിൽ നിന്ന് തന്നെ പുറത്തു കൊണ്ടുവന്നത് കൊണ്ടാണ്, അല്ലെ? അടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ്? ചെങ്കടൽ കടന്നു വരിക തപ്പെടുത്താർത്തതുപോൽ. അടുത്ത വരികൾ, പാപത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതാൽ ഞാൻ നിന്നെ ആരാധിക്കും, ആത്മാവിലും സത്യത്തിലും സ്തുതിക്കും. അപ്പോൾ ഈ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞതിന്റെയാണ് ആരാധന, വിടുതൽ പ്രാപിച്ചതിന്റെയാണ് ആരാധന, അവൻ രക്ഷിക്കപ്പെട്ടവന്റെതാണ് ആരാധന, സൗഖ്യം പ്രാപിച്ചവന്റെതാണ് ആരാധന. ആരാധന വിടുതലിന്റെ ലക്ഷണമാണ്. ആരാധന വിടുതൽ പ്രാപിച്ചതിന്റെ പ്രകടനമാണ്. അപ്പോൾ വിടുതൽ പ്രാപിക്കാനുള്ള ഉപാധിയല്ല, വിടുതൽ പ്രാപിക്കാനുള്ള ഉപാധിയല്ല. അടിമത്തത്തിൽ ആരാധന പറ്റത്തില്ല. ഇനി പുതിയ നിബന്ധനയ്ക്ക് വന്നാലും നമ്മൾ വായിക്കുന്നില്ലേ, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടികൾ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവേറിയതുമായ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അടുത്ത വാക്യം ഇങ്ങനെ, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തം
മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശു ഭസ്മം ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിനാൽ തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ദൈവ കുഞ്ഞാലിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി നിങ്ങളുടെ മനസാക്ഷിയെ എത്ര അധികം ശുദ്ധീകരിക്കും. അപ്പോ ക്രിസ്തു എന്നേക്കുമായി നമ്മെ വീണ്ടെടുത്തു. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പ് ഒരു വർഷത്തേക്കായിരുന്നു. ക്രിസ്തു പാപത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് എന്നേക്കുമായി വീണ്ടെടുത്തു. വിശ്വാസത്തിൽ പൗലോസ് അപ്പോസ്തലൻ കാണുന്നത് ഞങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുന്നുവെന്നാണ്. നമ്മെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നുവെന്നാണ്. സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിച്ചിട്ട് ഒരു താൽക്കാലിക ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ഇവിടെ എന്ത് വന്നാലും കുഴപ്പമില്ല, ഇവിടെ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല. ഇവിടെ ഭൂമി മാറിപ്പോയാലും, ഇവിടെ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, അതിന്റെ കോപം കൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു ദൈവ ഭക്തൻ ഭയക്കുന്നില്ല. അവൻ സ്വർഗത്തിൽ സീറ്റ് ഉറപ്പിച്ചിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. താൽക്കാലികമായ ജീവിതമാണ്. താൽക്കാലികമായ ജീവിതം. ഈ ഭൂമിയിൽ ജീവിക്കുന്നവന് യാതൊരു വിധമായ പ്രശ്നങ്ങളെയും അവൻ ഭയപ്പെടുന്നില്ല. ഇനി ബന്ധനവും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും വന്നാൽ ഒരു തികഞ്ഞ ദൈവഭക്തന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അറിയാമോ? ഉദാഹരണം പൗലോസ് അപ്പോസ്തലനാ. ഒരു പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം സ്വയം കൈയും കാലും ഒക്കെ കെട്ടി പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നീ അങ്ങോട്ട് പോകരുത്. എന്ത് സംഭവിക്കും? നിന്നെ ബന്ധിക്കാൻ വേണ്ടി ഇരിക്കുക. പൗലോസ് അപ്പോസ്തലൻ കൊടുത്ത മറുപടി എന്തായിരുന്നു? ബന്ധനമല്ല, മരിക്കാൻ ഞാൻ തയ്യാറാണ്. മരിക്കാൻ പോലും ഞാൻ തയ്യാറായിരിക്കുന്നു. അതിന്റെ പേരിൽ എന്ത് ബന്ധനമാണ്? അപ്പൊ ദൈവഭക്തന്മാരെ, ദൈവമക്കളെ ബന്ധനം പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് മരിക്കാൻ സന്നദ്ധരാകാൻ പറഞ്ഞത്. പിശാചിന് നമ്മെ പേടിപ്പിക്കാനുള്ള ആകപ്പാനുള്ള ദുർബലീട്ടെന്ന് പറയുന്നത് കൊല്ലുമെന്നാണ്. മാക്സിമം അതാണ്. രോഗവും തലവേദനയും തുമ്മലും പനിയും ഒക്കെ എന്ന് പറയുന്നത് നിസ്സാര കേസുകളാണ്. അതൊക്കെ സ്വാഭാവികമാണ്. നമ്മൾ ഈ പാപ ജഡത്തിൽ ജീവിക്കുന്നത് കൊണ്ടും ഭൂമി വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ടും ഭൂമി ശമിക്കപ്പെട്ടത് കൊണ്ടും ഇവിടെ ജീവിക്കുന്നത് കൊണ്ടാണ് ഈ ശരീരം തേജസ്കരിക്കപ്പെടുന്നത് വരെ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ പിശാച് ഭീഷണിപ്പെടുത്തുന്നത്, അതിന്റെ മാക്സിമം എന്ന് പറയുന്നത് മരണഭീതിയാണ്. കൊന്നുകളയുമെന്നാണ്. കർത്താവ് എങ്ങനെയാ പ്രതികരിച്ചത്? നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പിൻ, ഞാൻ 3 ദിവസത്തിനകം അതിനെ പണിയുമെന്നോ. അതാണ് കരുത്ത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. നിങ്ങളുടെ വിശ്വാസം കേന്ദ്രീകരിച്ചിരിക്കുന്നത് നിങ്ങളുടെ പുനരുത്ഥാനത്തിലാണ്, ഉയർത്തെഴുന്നേൽപ്പിലാണ്, നിങ്ങളുടെ ദൈവത്തിലാണ്. ഒടുക്കം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. അവിടെ പിശാചിന് മരണം കാണിച്ചു പോലും ഭയപ്പെടുത്താൻ പറ്റാത്ത വിധമുള്ള ധൈര്യമാർജിക്കുകയാണ് ഒരു ഭക്തൻ ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയേണ്ടത്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത് ഏതെങ്കിലും ഭൗമികമായ നന്മകൾ കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആഹ്ലാദമാണ്, സന്തോഷമാണ്, ഉത്സവമാണ് ആരാധന എന്ന് പറയുന്നത്. അപ്പോൾ ആരാധന അഭിമാനമാകണം, അല്ലെ? ആരാധന അഭിമാനമാകണം. ആരാധനയിൽ കൃപയെ നമ്മൾ ചിന്തിക്കണം ആഴത്തിൽ. അപ്പൊ നമ്മെ ദൈവമക്കളാക്കിയതിന്റെ സന്തോഷം ആരാധനയിൽ പ്രകടമാക്കേണ്ടത്. അല്ലാതെ കർത്താവെ ഞാനിങ്ങനെ കെട്ടപ്പെട്ട് അടിമയായിട്ട് കിടക്കുന്ന എന്നെ നയിച്ചു വിടണേ അല്ല. ആരാധന അടിച്ചു വിട്ടതിന്റെ സന്തോഷമാണ്. ദാസ്യത്വത്തിൽ നിന്ന് മക്കളായതിന്റെ ഉത്സവമാണ്. ഈ തിരിച്ചറിവ് നമുക്ക് വന്നു കഴിയുമ്പോ ഭൗമികമായ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മെ ഭയപ്പെടുത്താനോ പ്രലോഭിപ്പിക്കാനോ നമ്മൾ പിശാചിന് ഇടം കൊടുക്കുന്നില്ല. ഈ ലൗകികമായി പ്രവചിക്കുന്നവരെ പറ്റി ബൈബിൾ പറയുന്നൊരു ഭാഗമാണ്. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലൗകികന്മാരാകയാൽ. അപ്പം ലോകത്തിലുള്ള കാര്യങ്ങളെ പറ്റി അല്ലെങ്കിൽ പരിമിതമായ കാര്യങ്ങളെ പറ്റി, താൽക്കാലികമായ സുഖങ്ങളെ പറ്റി ഒരു പരിധി വിട്ട് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യങ്ങൾ നടക്കണം. ജോലി വേണം, വീട് വേണം, വാഹനം വേണം, ഭക്ഷണം വേണം, അല്ലെ? അങ്ങനെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട്, ദൈവം ഒരുക്കും. എന്താ? അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. കാക്കകളെ ദൈവം പോറ്റുന്നുണ്ടെങ്കിൽ, വയലിലെ പുലിനെ ഇങ്ങനെ ചമയിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരങ്ങളെ ഇത്ര മനോഹരമായ ദൈവം സൃഷ്ടിച്ചെങ്കിൽ, ഭയങ്കരവും അത്ഭുതകരമായ ഒരു ശരീരം നിങ്ങൾക്ക് തന്നെങ്കിൽ, ആ ശരീരത്തിന് ഭക്ഷണം തരാനാണോ പ്രയാസം? അല്ലെ? നിങ്ങൾക്ക് ജീവനെ തന്നുവെങ്കിൽ
ഇത്ര അത്ഭുതകരമായ ഒരു ജീവൻ നിങ്ങളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ജീവനെ നിലനിർത്താനാണോ ദൈവത്തിന് പ്രയാസം? ഒരു നേരത്തെ ഭക്ഷണത്തെ ഓർത്തിട്ടാണോ പിറുപിറുക്കുന്നത്? നിങ്ങൾക്ക് ജീവൻ തന്നത് ആരാണെന്ന് ഓർക്കണം. ഉടുപ്പിനെ പറ്റിയാണോ ചിന്തിക്കുന്നത്, വിചാരപ്പെടുന്നത്? ശരീരം തന്ന ആരാണെന്ന് ഓർക്കണം. ശരീരം ഉള്ളത് കൊണ്ടല്ലേ ഉടുപ്പിനെ പറ്റി ചിന്തിക്കുന്നത്. ആകുലപ്പെടുമ്പോ ഓർക്കണം, നിങ്ങൾ ആകുലപ്പെട്ടിട്ടാണോ നിങ്ങൾക്ക് ഈ അത്ഭുതകരമായ ശരീരം കിട്ടിയത്? ഈ ശരീരം തന്നത് ദൈവമാണെങ്കിൽ ആ ശരീരത്തിൽ ഇടാൻ ഒരു ഉടുപ്പ് തരാനാണോ ദൈവത്തിന് കഴിയാത്തത്? ആനയെ മേടിക്കാമെങ്കിൽ പിന്നെന്താ പറയുന്നത്? ചങ്ങല. അപ്പൊ നോക്കിക്കേ, ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങളെ ഓർക്കുക. ദൈവം നമുക്ക് നൽകുന്ന സാധ്യതകളെ മനസ്സിലാക്കുക. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുക. അപ്പൊ നമ്മെ പ്രലോഭിപ്പിക്കാൻ, ലോകത്തിന്റെ നന്മകൾ കാണിച്ച് പ്രലോഭിപ്പിക്കാൻ ആരെയും നമ്മൾ അനുവദിക്കാതിരിക്കും. അവിടെ നമ്മുടെ ആത്മിക വളർച്ചയുടെ ഒന്നാം ഘട്ടം നടക്കുകയാണ്. പ്രലോഭിപ്പിക്കാൻ വേണ്ടി നിന്നു കൊടുത്താൽ, ഭൗമിക സാഹചര്യങ്ങളിൽ നമ്മൾ തലകുനിച്ചു കൊടുത്താൽ അവിടെ പിശാച് ആക്രമണം തുടങ്ങുകയാണ്. നീ 40 ദിവസം ഉപവസിച്ച ആളാ, നിനക്ക് ഭക്ഷണം വേണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ ചത്തുപോകും. വേറെ മാർഗമൊന്നുമില്ല, ചുണ്ണാമ്പ് കല്ലുകൾ മുമ്പിൽ കിടക്കുന്നു. അപ്പമാക്കുക, ഭക്ഷിച്ചതിന്റെ വിശപ്പടക്കുക എന്ന് പറയുമ്പോ ഉടമ്പടി അവസാനിച്ച് നിൽക്കുന്ന കർത്താവ് എന്ത് ചെയ്യണമായിരുന്നു? കല്ലുകളെ അപ്പമാക്കാൻ കൽപ്പിക്കണമായിരുന്നു. കർത്താവ് കൊടുത്ത മറുപടി എന്തായിരുന്നു? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല. എനിക്കേറെ ഇഷ്ടമുള്ളൊരു ഭാഗമാണ്. ദൈവഭക്തൻ പിശാചിനെ ചലഞ്ച് ചെയ്യേണ്ട ഒരു വാക്യമാണ്. അത് ഏത് ജീവിത സാഹചര്യം കൊണ്ടും ദൈവത്തിൽ നമ്മെ അകറ്റാൻ പിശാച് ശ്രമിക്കുമ്പോൾ, പ്രലോഭിപ്പിക്കുമ്പോൾ, ദൈവഹിതമല്ലാത്തത് ചെയ്യാൻ നമുക്ക് പ്രേരണ തരുമ്പോ പറയണം, അപ്പം കൊണ്ട് മാത്രമല്ല, നിന്റെ ഈ ഉപായം കൊണ്ട് മാത്രമല്ല, മറ്റു പലതുമുണ്ട് എന്നെ നടത്താൻ, എന്നെ മുൻപോട്ട് നടത്താൻ എന്റെ ദൈവത്തിന് മറ്റു പല പദ്ധതികളുമുണ്ട്. നിന്റെ ആലോചന കേട്ടിട്ട് വേണ്ട, നിന്റെ ഈ തന്ത്രം കേട്ടിട്ട് വേണ്ട, ഇവിടെ കിടന്ന് മരിച്ചു പോകുമെന്ന് നീ പറയുന്നുവെങ്കിൽ എന്നെ ജീവിപ്പിക്കാൻ ദൈവത്തിന് മറ്റു പല പദ്ധതികളുമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുക, അല്ലെ? ദൈവത്തിൽ വിശ്വസിക്കുക. പ്രിയമുള്ളവരെ, ഈ ഒരു ഉറപ്പും ചങ്കൂറ്റവും നമുക്ക് ആരാധനാ ജീവിതത്തിൽ ഒന്നാമത് വേണ്ട കാര്യമാണ്. ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ നടത്തും, എന്റെ ദൈവം എനിക്ക് വേണ്ടതെല്ലാം തരും. ഈ ഒരു ഉറപ്പ് ഹൃദയത്തിലുണ്ടെങ്കിൽ ഈ പ്രലോഭനം എന്നല്ല നമ്മൾ ഒരു പരിധി വരെ രക്ഷപ്പെട്ടു എന്ന് ചിന്തിക്കും. ആരാധനയെ പറ്റി ചില ചിന്തകൾ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിടുതലിന് വേണ്ടിയല്ല ആരാധിക്കുന്നത്, വിടുതൽ പ്രാപിച്ചവനാണ് ആരാധിക്കുന്നത്. ഈ പഴയ നിയമത്തിൽ ഒരു ചിന്ത എടുത്താൽ ശദ്രക് മേശക് അബേദ്നെഗോ അവരെ 3 പേരെയും തീച്ചൂളയിലിട്ട് കളയുമെന്ന് പ്രലോഭിപ്പിച്ചു, പേടിപ്പിച്ചു. പക്ഷെ അവരുടെ തീരുമാനത്തിൽ നിന്ന് അവര് മാറിയില്ല. ലോകപ്രകാരം ഒരു വിടുതലാണ് ആരാധനയുടെ പിന്നിലെ ലക്ഷ്യമെങ്കിൽ അവർ എന്ത് ചെയ്യണമായിരുന്നു? നെബൂഖദ്നേസർ അല്ലെ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുക, അല്ലെങ്കിൽ ദാനിയേലിനോട് പറഞ്ഞ പോലെ രാജാവിനെ ആരാധിക്കുക, നമസ്കരിക്കുക. ഈ പറഞ്ഞ ലോകപ്രകാരമുള്ള ആരാധന സംവിധാനങ്ങളെ അവർ ഒഴിവാക്കുകയാണ്. വിടുതലാണ് ലക്ഷ്യമെങ്കിൽ, ജീവൻ അല്ലെങ്കിൽ ലോകത്തിൽ എങ്ങനെയെങ്കിലും ജീവിച്ചിരിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു? ബിംബത്തെ ആരാധിക്കണമായിരുന്നു. അവരുടെ ആരാധന കേവലം ശാരീരിക ഭൗമിക വിടുതലിന് വേണ്ടിയുള്ളതായിരുന്നില്ല. അതുകൊണ്ട് അവർ പറഞ്ഞത്, ഞങ്ങൾ സേവിച്ചു നിൽക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിക്കും, അത് ഞങ്ങൾക്കറിയാം. ഇനി വിടുവിച്ചില്ലെങ്കിലും ഈ തീച്ചൂളയിൽ കിടന്ന് ഞങ്ങൾ ഇല്ലാതായി എന്ന് നിനക്ക് തോന്നിയാലും ഞങ്ങൾ ഇതിനെ നമസ്കരിക്കത്തില്ല. അപ്പോൾ ആരാധന ഒരു ഭൗമികമായ പ്രലോഭനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സംവിധാനമല്ല, ഒരു കാര്യമല്ല. ആരാധന എന്താണ്? സത്യ ദൈവത്തിന് അർപ്പിക്കുന്നതാണ്. അത് പ്രതിഫലം നോക്കിയിട്ട് ചെയ്യുന്നതല്ല, പ്രതിഫലേച്ഛ കൂടാതെ ചെയ്യുന്നതാ, പ്രതിഫലേച്ഛ കൂടാതെ നന്ദി സൂചകമായി ചെയ്യുന്നതാ. അപ്പോൾ ആരാധന എന്ന് പറയുന്നത് യോഗ്യനായവന് കൊടുക്കുന്ന കാര്യമാണ്, അല്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ ഓടിച്ച് നമുക്ക് അവരെ ആരാധിക്കാൻ പറ്റത്തില്ല. ഒരു മനുഷ്യന് അല്പം സ്നേഹം കൂടുതൽ കാണിച്ചുടനെ അവരെ ആരാധിച്ച് കളയരുത്. നാളെ എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ദൈവത്തെ മാത്രമേ ആരാധിക്കാം. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തിന് മാത്രമേ നമ്മെ അവസാനം വരെ സ്നേഹിക്കാൻ പറ്റുന്നുള്ളൂ. മണ്ണോട് മണ്ണായുധം അമർന്നു പോയാലും എൻ കാന്തൻ യേശു കൈവിടില്ല.
മണ്ണിലേക്ക് അങ്ങ് തിരിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റ ഞെട്ടൽ കൊണ്ടും പിന്നെ കുറച്ചു നേരത്തെ ചില മണിക്കൂർ കൂടെ കഴിഞ്ഞാൽ വീട്ടുകാർ വിട്ടു. അത്രയ്ക്കേ ഉള്ളൂ. ഭാര്യയായാലും ഭർത്താവായാലും മക്കളായാലും മാതാപിതാക്കളായാലും ബന്ധങ്ങളായാലും എത്ര വലിയ സ്നേഹിതരായാലും ഈ ലോകത്തിലെ ബന്ധം മണ്ണിനടിയിൽ പോയി കുറച്ച് മണിക്കൂർ കഴിയുമ്പോൾ തീരും. അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ അവർ ചിരിച്ചു തുടങ്ങും. ആദ്യം കരയുന്നവർ പിന്നെ ചിരിച്ചു തുടങ്ങും. അവർ അവരുടെ ജീവിതകാര്യങ്ങളിലേക്ക് പോകും. ചില സന്ദർഭങ്ങളിലെങ്കിലും എനിക്ക് ചിലപ്പോ ഞാൻ ഒത്തിരി ചിന്തിക്കുന്നുണ്ട്, ഈ മരണസമയത്ത് ചിലരുടെ മരണസമയത്തൊക്കെ ചില നിലവിളിച്ച് കരഞ്ഞിട്ടുണ്ടോ, എനിക്കിനി ആരുണ്ടപ്പോ എന്ന് വിളിക്കാറുണ്ട്. സത്യത്തിൽ ആ മരിച്ചവരെ ഓർക്കുക, എനിക്ക് ആരുമില്ലെന്നുള്ള ആ ചിന്ത. നമ്മളും ചിലപ്പോ വിളിച്ചിട്ടുണ്ടായിരിക്കും. എന്നാലും അല്ലെ, മരണത്തിൽ പോലും എന്റെ കാര്യം ഓർക്കുന്നത്, മറ്റൊരാളുടെ മരണത്തിൽ എന്റെ കാര്യം ഓർക്കുന്നത്. മനുഷ്യൻ ബേസിക്കലി സെൽഫിഷാണ്. മനുഷ്യനെ ബേസിക്കലി അവരവർക്ക് വേണ്ടി ചിന്തിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ എന്തൊക്കെ ആരെയൊക്കെ സ്നേഹിക്കുന്നു പറഞ്ഞാലും ഫസ്റ്റ് പ്രയോറിറ്റി ആർക്കാ? ദൈവത്തിന്, എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം പറഞ്ഞ് ചലഞ്ച് ചെയ്യരുത്. സ്നേഹം പറഞ്ഞ് ചലഞ്ച് ചെയ്യരുത്. ഞാൻ ഒരുപാട് അങ്ങ് കരുതുമെന്ന് പറഞ്ഞു കളയരുത്. കാരണം അതൊക്കെ ഒരു ചെറിയ ഒരു മിനിറ്റ് മതി ഇത് മാറാനായിട്ട്. നമ്മൾ നമ്മൾ മറ്റൊരാളെ കൈ ചൂണ്ടുമ്പോൾ അവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൽഫ് ആയി മാറുകയാണ്. അത് നമുക്ക് ആരെയും കുറ്റപ്പെടേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ സെൽഫ് വേണം, ഒരു പരിധിവരെ ഈഗോ വേണം. ഈഗോ ഒരു പരിധി വരെ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഇൻഫീരിയോറിറ്റിയിലേക്ക് പോകും. നമ്മൾ ഇൻട്രോവെർട്ടുകളായി മാറും. എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരാൻ പറ്റും, നമ്മൾ ഉൾവലിഞ്ഞു പോകും. പിന്നെ ടാലന്റ് ടെസ്റ്റ് ഒക്കെ നടന്നിട്ട് മുമ്പോട്ട് നിൽക്കാൻ പറ്റത്തില്ല, മുമ്പോട്ട് വരത്തില്ല, ധൈര്യം ഉണ്ടാവത്തില്ല. കാരണം ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല, അത് മറ്റേ ആൾ ചെയ്താലേ ശരിയാവത്തില്ല എന്ന ചിന്തയുണ്ടാവും. അതുകൊണ്ട് സെൽഫ് ഇത് വേണം, സെൽഫ് എസ്റ്റീം വേണം. സോ എന്താണ് എന്താ പറയുന്നത്, അഹംബോധം വേണം. അഹംബോധം അത് അഹങ്കാരത്തിലേക്ക് നയിക്കപ്പെടാതിരുന്നാൽ മതി. പടങ്ങി വരാം. അപ്പോ ദൈവമാണ് നമ്മെ സ്നേഹിക്കുന്നത്. ദൈവത്തിന് മാത്രമേ നമ്മെ സ്നേഹിക്കാൻ പറ്റുന്ന അവസാനത്തോളം. അതുകൊണ്ട് സമർപ്പിക്കേണ്ടത് ദൈവത്തിനാണ്. പൂർണ്ണമായും നാം ദൈവത്തിന് സമർപ്പിക്കുക. സമ്പൂർണ്ണ സമർപ്പണമാണ് ആരാധന. കേവലം വിടുതൽ ലക്ഷ്യമാക്കിക്കൊണ്ടല്ല, വിടുതൽ പ്രാപിച്ചവനാണ് ആരാധിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ഇനി നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ വിടുതൽ ഏതാന്ന് പറയാമോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. ഇനി അടുത്ത് കിട്ടാനുള്ള വിടുതൽ ഏതാ? വേറെ എന്തെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ പിന്നെ ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് പറയുമ്പോൾ കിട്ടാനല്ല, കിട്ടിയതിന്റെ നന്ദി സൂചകമാണ്. അല്ലെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ അറിഞ്ഞ ദൈവത്തിന് മഹത്വം കരയറ്റുന്നത്. അപ്പോ ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ ഭൗമികമായ സ്വപ്നങ്ങളോ കാര്യസാധ്യങ്ങളോ ഒക്കെ ആയിരിക്കും. അങ്ങനെ ആകരുത്. ആരാധന അങ്ങനെ തരം താഴരുത്. എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് എന്തെങ്കിലും ഈ ഭൗമികമായൊരു ചെറിയ കാര്യസാധ്യത്തിന് വേണ്ടി ആകരുത്. ഈ അഖിലാണ്ടത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവനും നിർമ്മിച്ച ഈ സൃഷ്ടാവായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത് ഏതൊരു ചെറിയ കാര്യസാധ്യമല്ല. അത് നടന്നാലും ഇല്ലെങ്കിലും ഞാൻ ആരാധിക്കും. ഞാൻ എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അല്ലെ, എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. ഈ യോബിനെ പറ്റി നമ്മൾ ചെന്ന് യോബ് പറഞ്ഞ് യോബിന്റെ നീതി ഒരുപാട് അങ്ങ് കയറി പോയപ്പോ യോബ് വിചാരിച്ചു, ദൈവത്തിന്റെ നീതിയെക്കാളും എന്റെ നീതിയോ ഒരുപടി മുന്നിൽ. എന്നിട്ട് പോലും ആള് പറഞ്ഞതെന്നറിയോ, നീ എന്നെ കൊന്നാലും നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന്. അതാണ് ഒരു ഭക്തന്റെ ഒരു തന്റെ ഇടമാണ്. താൻ അറിയാതെ തന്റെ നീതി അങ്ങ് ദൈവത്തിന്റെ നീതിയെക്കാളും ഒക്കെ ഉയർത്തിക്കൊണ്ടുപോയി. എന്നിട്ട് പോലും കൊന്നാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തി. അത് ഭക്തന്റെ തീരുമാനമാണ്. അല്ല, ശത്രുഘ്ന മേശക്ക് അഭേദ്രം പോകും. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇനി വിടുവിച്ചില്ലെങ്കിലും നീ പറയുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്ന പ്രശ്നമില്ല. ഇതാണ് ബോൾഡ്നെസ് എന്ന് പറയുന്നത്. ധൈര്യമാണ്, തന്റെ ഇടമാണ്. അപ്പോ നൈമിഷികമല്ല ആരാധന, അത് അനുനിമിഷ അനുഭവമാണ്. ഓരോ നിമിഷവും ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കുന്ന ആരാധന. ചുരുക്കി പറഞ്ഞാൽ ആരാധന ഇവിടെ ഈ സഭായോഗം കൊണ്ട് അവസാനിക്കുന്നില്ല, വീട്ടിലെ പ്രാർത്ഥന കൊണ്ട് അവസാനിക്കുന്നില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങൾ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിച്ചു പോകുന്നവർക്കിടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. സൗരഭ്യവാസന എവിടെ നിന്നാ ഉയരുന്നത്? യാഗത്തിൽ നിന്നാണ്. അല്ലെ, പഴയ നിയമത്തിൽ യാഗം ആരാധനയായിട്ടാണ് വിശദീകരിക്കപ്പെട്ടത്. യാഗം ആരാധനയാകും. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അപ്പൊ അതെന്താ ഉദ്ദേശിച്ചത്? ഇസ്ഹാക്കിനെ യാഗം കഴിച്ചിട്ട് മടങ്ങി വരുന്ന കാര്യമാണ്. മണിക്കൂറുകൾ നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക. പഴയ നിയമത്തിൽ ആരാധന മണിക്കൂറുകൾ കൊണ്ട് അവസാനിപ്പിക്കാമായിരുന്നു. കാരണം
ഒരു മൃഗത്തെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട യാഗവസ്തുവിനെ കൊണ്ടുവന്ന് ഖണ്ഡം ഖണ്ഡമായി മുറിച്ച് അത് യാഗപീഠത്തിൽ വെക്കുന്നു. ദൈവത്തിന്റെ തീ ഇറങ്ങുന്നു, അല്ലെങ്കിൽ എന്താണ് പുരോഹിതരുടെ നേതൃത്വത്തിൽ അത് തീയുടെ പുറത്ത് വെക്കുന്നു. അത് യാഗമാകുന്നു. മണിക്കൂർ കഴിയുമ്പോൾ ചാരമായി മാറും. അപ്പോൾ ആരാധനയ്ക്ക് പോവുകയും ചെയ്യാം, ആരാധന കഴിഞ്ഞ് മടങ്ങി വരികയും ചെയ്യാം. കാരണം ആരാധന മണിക്കൂറുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അപ്പൊ പോയി ഞാൻ ആരാധന ചെയ്തു, ആരാധന കഴിഞ്ഞു, മടങ്ങി വന്നു. പുതിയ നിയമത്തിൽ ആരാധനയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഒറ്റ ഇറക്കമാണ്, പിന്നെ തിരിച്ചു കയറുന്നില്ല. കാരണം പഴയ നിയമത്തിൽ ആരാധനയ്ക്ക് പോയവന്റെ കയ്യിലൊരു യാഗവസ്തു ഉണ്ടായിരുന്നു. അതിനെ കൊണ്ട് അവിടെ എറിഞ്ഞേച്ചിങ്ങ് പോരും. അതിനുള്ള സമയമേ ഉള്ളൂ. ഞാനിത് എവിടെ നിന്നോ, ഞാനിത് ഇപ്പൊ വരാം, കയ്യിലൊരു ആടുണ്ട്, അതിനെ ഒന്ന് അവിടെ കൊണ്ടുവന്ന് ശരിയാക്കണം, യാഗപീഠത്തിന് അവിടെ തർപ്പിക്കണം, പിന്നെ എങ്ങനെ തിരിച്ചു വരാം, വെയിറ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ആരാധന എന്തായി? മണിക്കൂറുകളാണ്. പക്ഷെ ഇവിടെ പുതിയ നിയമത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? ഞാൻ തന്നെയാണ് യാഗവസ്തു. എനിക്ക് അവിടെ കൊണ്ട് എറിഞ്ഞേച്ച് വരാൻ ഞാനില്ല. ഞാൻ അവിടെ കൊണ്ട് എന്നെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ, പിന്നെ തിരിച്ചിറക്കമില്ല. രക്ഷിക്കപ്പെടുന്നവർക്കിടയിലും നശിച്ചു പോകുന്നവർക്കിടയിലും ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. യാഗപീഠത്തിന്റെ പുറത്താണ്, യാഗപീഠത്തിൽ നമ്മൾ തുടരുകയാണ്, അല്ലെ? അതുകൊണ്ടാണ് ചില സന്ദർഭങ്ങളിൽ നിനക്ക് അങ്ങനെ പ്രതികരിക്കാമെങ്കിൽ എനിക്കും പ്രതികരിക്കാം, അത് മഞ്ചരി ആയിടുമെങ്കിൽ ഇതും മഞ്ചരി ആയിടുമെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, അല്ലെ? നിന്റെ അവകാശം എനിക്കുമുണ്ട്. അപ്പൊ നീ പ്രതികരിക്കുന്നത് പോലെ എനിക്ക് പ്രതികരിക്കാൻ അറിയാം. പക്ഷെ ചെയ്യാതിരിക്കുന്നത് എന്താണ്? ഞാൻ യാഗപീഠത്തിലാണ്, നിന്നെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഈ യാഗപീഠത്തിൽ കിടക്കുന്ന ആളുകളെന്ന് തോന്നുന്നത് പലരും ചെയ്യുന്നുണ്ടല്ലോ, ചെയ്തോട്ടെ, അങ്ങോട്ട് കയറിയിട്ടില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരുണ്ട്, ശരിക്കും രക്ഷിക്കപ്പെട്ടവരുമുണ്ട്. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടേണ്ടത് അവിടെയാണ്. ഓരോ സമയത്തും അഭിമാനം ഉണ്ടാകും. ഒന്ന് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ കഴിയുമ്പോ, കർത്താവേ ഒന്ന് ക്ഷമിക്കാൻ എനിക്ക് പറ്റിയല്ലോ, എനിക്കൊന്ന് കൃപയ്ക്കായി സ്തോത്രം, അഭിമാന ബോധം ഉണ്ടാവണം. അഹങ്കാരമായി പറഞ്ഞത് പരീക്ഷനെ പറ്റി അബദ്ധം എന്ന് ചോദിച്ചു, ഈ പ്രവൃത്തികളെ അഹങ്കരിച്ചു. കൃപയിൽ ശരണപ്പെടണം. ഒന്ന് വിധേയപ്പെടാൻ പറ്റിയാൽ, ഹൃദയം നിറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റണം. ഒരു സ്ഥലത്ത് നമുക്ക് സംയമനത്തോടെ ഇരിക്കാൻ പറ്റിയാൽ, പുറത്തിറങ്ങുമ്പോൾ ആ സംഭവം കൊണ്ട് കഴിയുമ്പോൾ ഉറക്കെ ഒരു കല്ലേലി പറഞ്ഞിട്ട് പോകണം. കാരണം കർത്താവ് അവിടെ ഒന്ന് അടങ്ങിയിരിക്കാൻ എനിക്ക് ഇടയാക്കിയല്ലോ, കൃപയാണ്. ഇവിടെ നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി തെളിയിക്കുകയാണ്. ഒരേ സമയം നമ്മളെ രക്ഷിക്കപ്പെടുന്നവർക്കിടയിലും നശിച്ചു പോകുന്നവർക്കിടയിലും. ഇപ്പൊ എന്നാ സംഭവം? അകത്ത് രക്ഷിക്കപ്പെട്ടവന്റെ ഗുണം കാണിച്ചില്ലെങ്കിൽ പുറത്തും കസേര കളിയുമായിട്ട് പുറത്തു വെക്കും. അപ്പൊ നാട്ടുകാരും കൂടെ കാണും, അല്ലെ? അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഇത് സംഭവിക്കാതിരിക്കാൻ സമർപ്പണമാണ്, സമ്പൂർണ്ണ സമർപ്പണമാണ്. യാഗപീഠത്തിലെ തീയുടെ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ തിരിച്ചു വരുന്നില്ല, തിരിച്ചെടുക്കുന്നില്ല. ഞാൻ അവിടെ തന്നെയാ. അവിടെ കിടക്കുന്നുള്ള ഗുണം എന്താണ്? സൗരഭ്യവാസനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ചാരമാകുന്നില്ല. ചാരമായാൽ ആരാധന തീർന്നു. പിന്നെ നമ്മളിങ്ങനെ പാടാറുണ്ട്, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. അത് ആ അർത്ഥത്തിൽ അത് ഓക്കെയാണ്. അശുദ്ധിയൊക്കെ ചാരമായി മാറണം. പക്ഷെ ഞാൻ എവിടെയാ? ഞാൻ യാഗപീഠത്തിൽ സൗരഭ്യവാസനയായി തുടരുകയാണ്, ആരാധന തുടരുകയാണ്. അപ്പൊ ഇത് പ്രയോഗം മാറ്റാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. എനിക്ക് നിങ്ങൾക്കും അത് പ്രയാസമാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടിങ്ങനെ കുറെ വർഷങ്ങൾ കഠിന പരിശ്രമം ചെയ്തിട്ടാണ് ഈ ചില പ്രയോഗങ്ങൾ മാറ്റി പറയാൻ ശ്രമിച്ചത്. കഠിന പരിശ്രമം ചെയ്തിട്ടാണ്. കാരണം നമ്മൾ അറിയാതെ പറഞ്ഞു വരും. അങ്ങനെ ശ്രമിച്ച് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നല്ല കാര്യം. അതല്ല, അതിന് പറ്റുന്നില്ലെങ്കിലും തിരിച്ചറിയേണ്ട മർമ്മങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോ ഓർക്കണം, ക്രിസ്തീയ ആരാധന തിരിച്ചു വരാതെ ഞാൻ എന്നെ കൊടുത്തതാണ്. അവിടെ ഒരു ഇടവേള ഇല്ലെന്നായി പറഞ്ഞതിന്റെ താല്പര്യം. ആരാധനയ്ക്ക് ഞാൻ പോയി, ആരാധന കഴിഞ്ഞു എന്ന് പറയാൻ കഴിയാത്ത വിധം, അങ്ങനെ പറയാൻ പറ്റാത്ത വിധം ഒരിക്കലായിട്ട് ആ സമർപ്പണം നടക്കുന്നത്. യാഗങ്ങൾ ഇവിടെ പലതില്ല. അവിടെ ഒരു വ്യക്തി പലത് ചെയ്തു. ഒരു വ്യക്തി അവിടെ 100 ആരാധന നടത്തും. 12 വയസ്സ് കഴിഞ്ഞ ആള് മിക്കവാറും വർഷത്തിൽ ഒന്നെങ്കിലും നടത്തും. ആരാധന എന്താ? യാഗമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു 12 വയസ്സുള്ള ആള് 112 വയസ്സ് വരെ ജീവിച്ചാൽ 100 ആരാധന നടത്തും, വർഷത്തിൽ ഒന്നെന്ന കണക്ക്. നമുക്കിവിടെ അങ്ങനെ പറ്റത്തില്ല. ഇവിടെ ആരാധന ഒറ്റ ആരാധനയാണ്. എന്റെ ശരീരത്തെ സമ്പൂർണമായി ഒരിക്കലായി സമർപ്പിച്ചതാ. അപ്പൊ ചോദിക്കാം, അപ്പൊ പിന്നെ ഇതൊക്കെ പറയുന്നത് എങ്ങനെ? സഭായോഗം എന്ന പേരുണ്ടല്ലേ, ഗെറ്റ് ടുഗദർ, ഫെലോഷിപ്പ്, മീറ്റിംഗ്, ഇതൊക്കെ
സഭായോഗത്തിന് കൂട്ടായ്മകൾക്ക് പറയാൻ പറ്റുന്ന വിശേഷങ്ങളാണ്. കൂട്ടായ്മ നല്ലൊരു പദമാണ്. നമ്മുടെ പഴയ വിശ്വാസികളൊക്കെ സഭായോഗം എന്നാ പറഞ്ഞുകൊണ്ടത് അല്ലേ? സഭായോഗം, ഫെലോഷിപ്പ്, മീറ്റിംഗ്, ഗെറ്റ് ടുഗദർ, നല്ല നല്ല വേർഡിങ്സ് ആണ്, നല്ല വാക്കുകളാണ്. ആരാധന എന്ന് പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ആശയം മനസ്സിലാക്കിയാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടാണ് മാറ്റിയെടുക്കാനായിട്ട്. ആരാധന എന്ന് പറയുമ്പോൾ ഉള്ള പ്രശ്നം ഈ 2-3 മണിക്കൂർ കൊണ്ട് ആരാധന കഴിഞ്ഞു എന്ന് വരുന്നു. ഇത് തുടരുകയാണ്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മറ്റൊരു വ്യക്തിയുമായി സംസാരിക്കുമ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറുമ്പോഴും നമ്മുടെ ബിസിനസ് നടത്തുമ്പോഴും നമ്മുടെ ഇടപാടുകളിലായിരിക്കുമ്പോഴും വാഹനം ഓടിക്കുമ്പോഴും എന്തിന് ഉറങ്ങുമ്പോൾ പോലും രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോ എങ്ങനെയാ വായിക്കുന്നത്? സന്നിധാനിച്ചിരിക്കുന്നു ഉറങ്ങുമ്പോൾ. രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ നിന്റെ കൈകളിൽ ഉറങ്ങിപ്പോയോ? നിന്റെ കൈകളിൽ ഞാൻ ഉറങ്ങുമ്പോൾ പോലും നമ്മൾ എവിടെയാണ്? നമ്മൾ ദൈവത്തിന്റെ കൈകളിലാണ്. ഉറങ്ങുമ്പോൾ പോലും ദൈവത്തിന്റെ കൈകളിലാണ്. സമർപ്പിക്കപ്പെട്ടവന്റെ ജീവിതം. നമ്മൾ അബോധാവസ്ഥയിലായിരിക്കുമ്പോഴും ഞാൻ ദൈവത്തിലാണ്, ഞാൻ ദൈവത്തിലാണ്. ഉറക്കത്തിന് ദൈവം നമുക്ക് നല്ല ദർശനങ്ങൾ തരും അല്ലെ? ഉറക്കത്തിന് ദൈവം നമ്മൾ ഇടപെടും. ഉറക്കത്തിന് ദൈവം നമ്മൾ ചില സന്ദർഭങ്ങളിൽ, ഞാൻ ചിലപ്പോൾ അർദ്ധരാത്രി സന്ദർഭങ്ങളൊക്കെ ചാടി എഴുന്നേറ്റ് ചില ചിന്തകളെ കുറിച്ച് കുറിക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ കിട്ടത്തില്ല. യാത്രകളിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒതുക്കിയിട്ട് ഒന്ന് കുറിച്ചിട്ട് പോകും. ചില വളരെ അർജന്റാണ് ചിലപ്പോൾ ചില യാത്ര പോകുന്നതായിരിക്കും. ചിലപ്പോൾ ഒരു ചെറിയ ചിന്ത കുറിച്ചിട്ടായിരിക്കും പോകുന്നത്. കാരണം പിന്നെ അത് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം സദാസമയവും നമ്മോട് സംവദിക്കുന്നുണ്ട്, സംസാരിക്കുന്നു. ദൈവം ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ദൈവത്തെ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്തേക്ക് പരിമിതപ്പെടുത്തരുത്. കർത്താവേ, നിനക്ക് ഞാൻ ഇത്രയും സമയം തരാം, ഞായറാഴ്ച ഒരു 3 മണിക്കൂർ നിനക്ക് തരാം, ബാക്കി ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകല്ല. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ദൈവം എന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ കൈകളിലാണ്, ദൈവത്തിന്റെ പരിപാലനത്തിലാണ്, ദൈവത്തിന്റെ സംരക്ഷണയിലാണ്. ദൈവത്തെ കൂടെ ചേർത്തുകൊണ്ടുള്ള ജീവിതമാണ് അത് ആരാധന. എല്ലായ്പ്പോഴും ദൈവം എന്റെ കൂടെയുണ്ട്. ഞാൻ ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചതാണ്. ദൈവത്തിന് സമ്പൂർണമായി സമർപ്പിച്ചതാണ്. മുമ്പ് ഞാനൊരു ചിന്ത പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ പറഞ്ഞ് വാക്കുകൾ ഉപസംഹരിക്കാം. നമ്മൾ പുരോഹിത വർഗം എന്നൊരു വിശേഷം നമുക്കുണ്ട് അല്ലെ? അതിന്റെ വേദഭാഗങ്ങൾ ഓർക്കുന്നുണ്ടോ? ഏതെങ്കിലും ഒരു വേദഭാഗം? പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം എന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവുമാകുന്നു. അപ്പൊ നമ്മൾ രാജകീയ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്, രാജകീയ പുരോഹിത വർഗമാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് യാഗം കഴിക്കാനുള്ള പെർമിഷനൊക്കെ വളരെ പരിമിതമായിരുന്നു. യാഗങ്ങൾ കഴിക്കാം പുരോഹിതന്മാർക്ക്. എന്നാലും അത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നയാള് മഹാപുരോഹിതനാണ്. അപ്പോ പഴയ നിയമത്തിൽ യാഗം കഴിക്കാൻ പരിമിതമായ അധികാരത്തിലാണെങ്കിലും പുരോഹിതനെയാണ് നിയമിച്ചത്. പുരോഹിതന് മാത്രമേ യാഗം കഴിക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ഘട്ടം നമ്മൾ കാണുന്നത് ആരാധനയുടെ മറ്റൊരു തലം യാഗവസ്തുവിനെ സമർപ്പിക്കുന്നത്. യാഗവസ്തു അതും വേറിട്ട് നിൽക്കുന്നു. ഇനി മറ്റൊന്ന്, എവിടെ വെച്ചാണ് ആരാധന നടക്കേണ്ടത്, യാഗം അർപ്പിക്കേണ്ടത്? യെരൂശലേം ദേവാലയത്തിലാണ് ആരാധന നടക്കുന്നത്, അല്ലെങ്കിൽ യാഗാർപ്പണങ്ങൾ നടക്കുന്നത്. അവർ പ്രവാസികളായിട്ട് ചിതറിപ്പോയ കാലങ്ങളിലൊന്നും യാഗാർപ്പണങ്ങളൊന്നും നടത്താൻ പറ്റുമായിരുന്നില്ല. ജസ്റ്റ് ഒരു കൂട്ടായ്മ കൂടാൻ വേണ്ടി മാത്രം സിനഗോഗുകൾ പണിതു. യാഗങ്ങൾ നടക്കുന്നത് ദേവാലയത്തിലാണ്, അത് പുരോഹിതന്റെ നേതൃത്വത്തിലാണ്. അവിടെ യാഗവസ്തുവുണ്ട്. ആടോ കാളയോ പശുക്കിടാവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃഷി വിഭവങ്ങളോ എന്തെങ്കിലും യാഗാർപ്പണത്തിനുണ്ടായിരിക്കും. അപ്പൊ യാഗവസ്തു വേറെ, ആലയം വേറെ, പുരോഹിതൻ വേറെ. ഇത് മൂന്ന് തലങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇതിന്റെ മൂന്നും കൂടെയുള്ള കൂടിച്ചേരലാണ് ആരാധനയെങ്കിൽ, പുതിയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മൾ തന്നെയാണ് പുരോഹിതന്മാർ, നമ്മൾ തന്നെയാണ് ദൈവത്തിന്റെ ആലയം, നമ്മൾ തന്നെയാണ് യാഗവസ്തു. ഈ മൂന്നും ഒന്നിൽ തന്നെയുണ്ട്. ഓരോ വ്യക്തിയിലും ഈ 3 ഘടകങ്ങളുമുണ്ട്. പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെടുന്ന ഒരു ഭക്തൻ, അവൻ ദൈവത്തിന്റെ പുരോഹിതനാണ്, അവൻ ദൈവത്തിന്റെ യാഗവസ്തുവാണ്, അവൻ ദൈവത്തിന്റെ ആലയമാണ്. 1 കൊരിന്ത്യർ 3:16 നിങ്ങൾ
ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നമ്മൾ തന്നെ ദൈവത്തിന്റെ ആലയമാ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയാകണം. ഞാൻ ആരാധന ചെയ്യുകയല്ല, ഞാൻ തന്നെയാണ് ആരാധന, ഞാൻ തന്നെയാണ് യാഗവസ്തു. നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ യാഗമായി സമർപ്പിക്കണം. അടുത്തത് പുരോഹിതനാണ്. ആരാധന അർപ്പിക്കേണ്ട പുരോഹിതന്റെ ധർമ്മവും എന്നിൽ തന്നെയാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. പുരോഹിതനാകുന്ന ഞാൻ ദൈവാലയമാകുന്ന എന്നിൽ വെച്ച് യാഗവസ്തുവാകുന്ന എന്നെ തന്നെ യാഗമാക്കുന്ന പ്രക്രിയയാണ് ക്രിസ്തീയ ആരാധന, യഥാർത്ഥ ആരാധന, സത്യ ആരാധന, പുതിയ നിയമ ആരാധന, ആത്മാവിലുള്ള ആരാധന. കർത്താവ് യേശുക്രിസ്തു ശമര്യക്കാരത്തിയോട് പറഞ്ഞു, ദൈവത്തെ പിതാവിനെ ആരാധിക്കുന്ന നാഴിക വരുന്നു, സത്യ നമസ്കാരികൾ വരുന്നു. അപ്പൊ ഇന്നലെ വരെ ആരാധിച്ചുകൊണ്ടിരുന്നത് എന്താ? സാക്ഷാൽ യേശുക്രിസ്തു ഐഹിക ജീവിതകാലത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാ. ശമര്യക്കാരത്തി പറഞ്ഞു, നീ മശികയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ നീ പ്രവാചകനാണ്. നിങ്ങളുടെ ആളുകൾ പറയുന്നത് ആരാധന യെരൂശലേമിലാണ് നടക്കേണ്ടത്, ഞങ്ങളുടെ ആളുകൾ പറയുന്നത് ഈ ഗെരസീം പർവ്വതത്തിലാണ് നടക്കേണ്ടത്. യോശുവയുടെ കാലം വരെയൊക്കെ ഇവിടെയായിരുന്നു ആരാധന. ഇപ്പൊ നിങ്ങളുടെ ആളുകൾ ആരാധന എന്ത് ചെയ്തു? അങ്ങോട്ട് കൊണ്ടുപോയി. ഇപ്പൊ ശരിക്കും ഞങ്ങൾ ഇവിടെ ആരാധിക്കത്തുള്ളൂ. ഞങ്ങളുടെ പിതാവ് യാക്കോബിന്റെ കിണറൊക്കെ ഇവിടെ ഉണ്ട്, ജോഷു വരെ ആരാധന ഇവിടെ ആയിരുന്നു, പിന്നെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോ കർത്താവായ യേശുക്രിസ്തു ശമര്യക്കാരത്തിയോട് പറഞ്ഞത്, ആരാധന ഈ മലയിലുമല്ല ആ മലയിലുമല്ല. അങ്ങനെ നിങ്ങൾ ആരാധിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇതല്ല സത്യ ആരാധന, ഇതല്ല സത്യ ആരാധന. അവിടെ ഇവിടെയും ആരാധിക്കുന്നതാണ്. സത്യ ആരാധകൻ തന്റെ വ്യക്തിത്വത്തിൽ ആരാധിക്കുന്നത്, അവന്റെ ശരീരത്തിൽ ആരാധന നടക്കുന്നത്. കർത്താവ് തന്റെ ശരീരത്തിലായിരിക്കുമ്പോഴേ ഈ കാര്യം പറഞ്ഞു. കുറച്ചും കൂടി കഴിയുമ്പോൾ തന്റെ മരണം നടക്കുന്ന സമയത്ത് ദേവാലയം എന്ന് പറയുന്ന ആ വലിയ കെട്ടിടം, അതിന്റെ പരിശുദ്ധ സ്ഥലത്തെയും വിശുദ്ധ സ്ഥലത്തെയും വേർതിരിച്ചിരിക്കുന്ന 4 ഇഞ്ച് കനമുള്ള തിരശീല കർത്താവിന്റെ മരണത്തിൽ രണ്ടായിട്ട് മുകളിൽ നിന്ന് അടിയോളം രണ്ടായി കീറിപ്പോയി. എന്താ കാര്യം? ആ ആലയത്തിലെ ആരാധന വ്യവസ്ഥ ദൈവം മാറ്റുകയായിരുന്നു. ബിൽഡിങ്ങിനകത്തെ ആരാധന, ആ സംവിധാനത്തെ ദൈവം മാറ്റുകയായിരുന്നു. ബിൽഡിങ്ങിനകത്തിരിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്ന ആ കൺസെപ്റ്റിനെ മാറ്റിയിട്ട്, ആ തെറ്റിദ്ധാരണയെ മാറ്റിയിട്ട് പിതാവിലേക്ക് വ്യക്തിപരമായി അടുത്തു ചെല്ലാൻ ഒരു മഹാപുരോഹിതന്റെ തടസ്സം കൂടാതെ ഓരോ വ്യക്തിയെയും പുരോഹിതനായി മാറ്റിക്കൊണ്ട്, ഓരോ വ്യക്തിയെയും യാഗവസ്തുവാക്കി മാറ്റിക്കൊണ്ട്, ഓരോ വ്യക്തിയെയും ദൈവാലയമാക്കി മാറ്റിപ്പണിതുകൊണ്ട് വ്യക്തികളിൽ ആരാധന സ്ഥാപിക്കുന്ന ദൈവത്തിന്റെ പുതിയ നിയമ വെളിപ്പാട് ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ പുറത്തു വരികയാണ്. അപ്പോ ആരാധന വ്യക്തിപരമായി നടത്തിക്കണം. ആ മലയിലുമല്ല ഈ മലയിലുമല്ല, അശോകപുരത്തുമല്ല പള്ളിക്കരയിലുമല്ല. ആരാധന നടക്കുന്നത് വ്യക്തികളിലാണ്, വ്യക്തിപരമായിട്ടാണ് ആരാധന നടക്കുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിൽ ആരാധിക്കുന്ന നാഴിക വരുന്നു. സ്ഥലത്തിന്റെ ആ പ്രാമുഖ്യം മാറ്റപ്പെട്ടു, സ്ഥലങ്ങളുടെ പ്രാധാന്യം മാറ്റപ്പെട്ടു. ഇവിടെ വ്യക്തികളിൽ ആരാധന നടക്കുന്നത്, ആത്മാവിലാണ് ആരാധന നടക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു അപ്പോസ്തലൻ ചോദിച്ചത്, ആരാധന നടക്കണമെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? ആ ദൈവാലയത്തിനകത്ത് ഇറങ്ങി നിന്ന് ഷെക്കേന, ആ ദൈവ സാന്നിധ്യം ഇന്ന് അവിടെ നിന്ന് പോയി, അത് തിരച്ചിൽ രണ്ടായി ചീന്തപ്പെട്ടു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത്. ആരാധന നടക്കേണ്ടത് ദൈവ മക്കളുടെ ജീവിതത്തിലാണ്. അത് രക്ഷിക്കപ്പെടുന്നവർക്കിടയിൽ മാത്രമല്ല, ഇതിനകത്ത് വരുമ്പോൾ മാത്രമല്ല, പുറത്തു പോകുമ്പോഴും നമ്മൾ ദൈവത്തിന്റെ ആരാധനയാണ്. വഴക്കിടുമ്പോൾ പോലും ആരാധനയാണ്. ഇതിലൊക്കെ ചോദ്യം ഉണ്ടാകാം. ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കിടുമെന്ന് ഞാൻ പറഞ്ഞത് പൗലോസിനെയും ബർന്നബാസിനെയും മനസ്സിൽ കണ്ടുകൊണ്ടാണ് കേട്ടോ. നമ്മൾ സംസാരിക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതും ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പൗലോസും ബർന്നബാസും തമ്മിൽ ഉഗ്രവാദം ഉണ്ടായിരുന്നു, തമ്മിൽ അടിച്ചിട്ട് അടി ഉണ്ടാവരുത്, കസേര എടുക്കരുത്, കൈ പൊങ്ങരുത്. അത്യാവശ്യം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പറയാം, അത് ബഹുമാനത്തോടുകൂടെ, പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടെ. ബ്രദറെ അത് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, പരിധി വിട്ടു പോകരുത്, അഭിപ്രായങ്ങൾ പറയാം. പൗലോസും ബർന്നബാസും ശക്തമായ നിലയിൽ വാദിച്ചു. രണ്ടുപേരും ഒരേ കാര്യത്തിലാണ്, ആത്മീക കാര്യമായിരുന്നു. പിന്നീട് കുറെ നാൾ കഴിഞ്ഞപ്പോ പൗലോസ് അപ്പോസ്തലന് മനസ്സിലായി, ഞാൻ അന്ന് പറഞ്ഞ കാര്യം എൻ്റെ ഭാഗമാണ് തെറ്റെന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. ആ മനസ്സിലായപ്പോഴായിരിക്കണം അപ്പോസ്തലൻ ഒരു ഭാഗം എഴുതി
നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദ്വന്ദ്വപക്ഷങ്ങൾ ഉണ്ടാകുന്നത്. രണ്ട് പക്ഷം ഉണ്ടായി, രണ്ട് അഭിപ്രായം ഉണ്ടായല്ലോ. അപ്പൊ ഒരു തെറ്റിദ്ധാരണയൊക്കെ തോന്നിയല്ലോ. പക്ഷെ ഇപ്പം ആൾക്ക് മനസ്സിലായി, ഞാനെന്ന് പറഞ്ഞ കാര്യം തെറ്റായി പോയി. ബർന്നബാസിന്റെ നിലപാടായിരുന്നു ശരി. അന്ന് മർക്കോസിനെ ചേർത്ത് പിടിക്കട്ടെ, കാരണം ഇവൻ മടിയനാ, ഇവൻ ഇടയ്ക്ക് വെച്ച് പോയ ആളെ വേണ്ട, ഞാൻ കൊണ്ടുപോകത്തില്ല, ഇവനുമായിട്ട് സുവിശേഷ വേലയ്ക്ക് ഞാൻ പോകത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവൻ ഒരുപാട് പണി ഉണ്ടാക്കി തിരിച്ചു പോയത്, ഈ ഉഴപ്പിനെ കൊണ്ട് ഞാൻ പോകത്തില്ല. പൗലോസ് ശരിയായിരുന്നു. പക്ഷെ ബർന്നബാസ് പറഞ്ഞ അല്ല, അവനെ കൊണ്ടുപോകണം, അവനെ കളയരുത്. കുറെ കാലം കഴിഞ്ഞപ്പോൾ പൗലോസിന് മനസ്സിലായി മർക്കോസ് ആണ് ആദ്യത്തെ സുവിശേഷം എഴുതിയത്. ഫ്രഷ് ഗോസ്പൽ കർത്താവിനെ പറ്റി എഴുതിയത് മർക്കോസാണ്. അപ്പൊ മർക്കോസ് പ്രയോജനമുള്ളവനാകുമെന്ന് ബർന്നബാസിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ചേർത്ത് പിടിച്ചു. അപ്പോ ദ്വന്ദ്വപക്ഷങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷെ സംയമനത്തോടുകൂടെ ഡീൽ ചെയ്യുക. കാലം അത് തെളിയിക്കും, അല്ലെ? കാലം തെളിയിക്കും. ഉമ്മൻചാണ്ടിയുടെ മരണം, നിങ്ങൾ പാർട്ടി വ്യത്യാസം കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പാർട്ടി ഒന്നുമില്ല, അതിനകത്ത് എവിടെ ആരാണെങ്കിലും ആ മരണത്തിൽ ഒരുപക്ഷെ ആളുകൾ കേരളം കരഞ്ഞതുപോലെ എനിക്ക് തോന്നിയത്, ക്ഷമാപണം നടത്തുന്ന പോലെ തോന്നി. കാരണം ഒരുപാട് രാഷ്ട്രീയക്കാർക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ ആരോപിക്കപ്പെട്ട ചില ക്രൂരമായ ആരോപണങ്ങൾ, അതിനകത്ത് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു മരണശേഷം ഞാൻ പറഞ്ഞത്, അദ്ദേഹം അന്ന് പറഞ്ഞത്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ എൻ്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ ഫേസ് ചെയ്യുകയായിരുന്നു. അന്നൊക്കെ നമുക്കൊരു ലോകത്തൊരു മനുഷ്യനും വിധിക്കപ്പെടാത്ത നിലയിൽ അദ്ദേഹം നിന്ദിക്കപ്പെട്ടു. ഞാൻ അന്നൊക്കെ ഓർക്കുമായിരുന്നു, എങ്ങനെ ഈ മനുഷ്യൻ വീടിനകത്ത് പുറത്തിറങ്ങുന്നു, എങ്ങനെ ഭാര്യയുടെ മുഖത്ത് നോക്കുന്നു, എങ്ങനെ മക്കളുടെ മുഖത്ത് നോക്കുന്നു, പെൺമക്കളുടെ മുഖത്ത് നോക്കുന്നു. അപ്പോൾ അത്രമാത്രം ആക്രമിക്കപ്പെട്ട, ശ്രദ്ധിച്ചോടെ, അത്രമാത്രം ആക്രമിക്കപ്പെട്ട സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞത്, മരണം നടന്നപ്പോൾ ആ ഒരു അന്തരീക്ഷം നമ്മളെല്ലാവരും കണ്ടതാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു മരണം കാണാൻ പറ്റാത്ത വിധം ആളുകൾ ഏകലടിച്ച് കരഞ്ഞ സന്ദർഭങ്ങളായിരുന്നു. കാലം തെളിയിക്കും, കാലം തെളിയിക്കും. സംയമനത്തോടുകൂടെ ഇരിക്കാൻ. നമ്മൾ ആരാധനയാണ്, നമ്മൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്, നമ്മൾ ദൈവത്തിന്റെ പുരോഹിതന്മാരാണ്, നമ്മൾ ദൈവത്തിന്റെ യാഗവസ്തുവാണ്. ഒരിക്കലായി നാം നമ്മെ കൊടുത്തു, നമ്മൾ പിന്നെ തിരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് യാഥാർത്ഥ്യം, ആരാധന നൈമിഷികമല്ല, അനുനിമിഷ അനുഭവമാണ്. നമ്മുടെ തലകളെ വണക്കാം. സമയം വളരെ മുന്നോട്ട് പോയല്ലോ. ഹല്ലേലൂയ.